വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകോ അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിനേകാധിപനേ, നിയതമാരാധിപ്പൂനങ്ങളങ്ങേ മാത്രം സതതം സഹായമായി തീർപ്പതും തിരുമുൻപിൽ നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ. നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയെല്ലാം സന്മാർഗഭ്രഷ്ടർ തൻ വഴിയിലുമല്ല. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകോ അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും നാം ഏവരിലും സദാ വർഷിക്കുമാറാകട്ടെ. ഓഗസ്റ്റ് 22-ാം തീയതി ശനിയാഴ്ച രാത്രി സാറ്റർഡേ ഇൻസൈറ്റ് എന്ന പരിപാടിയിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. നമുക്കറിയാം, കൾച്ചറൽ ഫോറം വിവിധങ്ങളായ പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എല്ലാ 4-ാമത്തെ ശനിയാഴ്ചയും നടത്തിക്കൊണ്ടിരിക്കുന്ന സാറ്റർഡേ ഇൻസൈറ്റ്, അതായത് അയൽക്കൂട്ട അംഗങ്ങളുടെ അവതരണം, ഓരോ മാസവും ഓരോ വിഷയം കൊടുക്കുകയും അതിനെപ്പറ്റി അംഗങ്ങൾ പഠിക്കുകയും അതിനെപ്പറ്റി പരിശീലനം നടത്തുകയും ചെയ്യുന്ന ഒരു വേദിയായിരിക്കും ഈ ഒരു ഇതുവഴി നിരവധി അയൽക്കൂട്ട മെമ്പർമാർക്ക് അവരുടെ വ്യക്തിത്വ വികസനത്തിനും അവർക്ക് ഉള്ള അറിവ് വർദ്ധിപ്പിക്കുന്നതിന് ഇത് കാരണമായിട്ടുണ്ട്. ഈ ഒരു പരിപാടിയിലാണ് നാം ഏവരും ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കായിക ദിനത്തിന് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കൾച്ചറൽ ഫോറം പുതിയൊരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ വിവിധങ്ങളായ പരിപാടികളാണ് കൾച്ചറൽ ഫോറം സംഘടിപ്പിക്കുന്നത്. ഇന്ന് ഇവിടെ എന്നിൽ അർപ്പിതമായ കർത്തവ്യം എന്ന് പറഞ്ഞാൽ സ്വാഗതം പറയുക എന്നതാണ്. ആദ്യമായി നന്മ വെൽഫെയർ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ഫാസിന ബഷീറിനെ അവരെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സെക്രട്ടറി വൈൽ സാഹിബ്, അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് അഷ്ഫാഖസ്. നമുക്കറിയാം, അയൽക്കൂട്ടത്തിൻ്റെ കൾച്ചറൽ ഫോറത്തിൻ്റെയും കൾച്ചറൽ കോർ ടീമിൻ്റെയും എല്ലാം നിർദ്ദേശകനും ഉപദേശകനും എല്ലാം ആണ്. അവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഏതൊരു പരിപാടിയും ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കൾച്ചറൽ ഫോറം കോർ മെമ്പർ ടീമിനെയും, അതുപോലെ തന്നെ ഏതൊരു പരിപാടി ഇട്ട് കഴിഞ്ഞാലും ഞാനും പങ്കെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ അധ്യക്ഷ നദീമ, അവരെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി അർപ്പിച്ച് സംസാരിക്കാനെത്തിയ ഖദീജ ഫാറൂഖ്, അവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി അവലോകനം ചെയ്യാനെത്തിയ നമ്മുടെ മോഡറേറ്റർ ബയാനുൽ ഇസ്ലാമിക് മദ്രസ അധ്യാപികയായ ഖദീജ PP, അവരെ ഞാൻ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് നദീമയെ ക്ഷണിച്ചോളുന്നു. അസ്സലാമു അലൈക്കും. സംഗമം കൾച്ചറൽ ഫോറം 4-ാമത്തെ ശനിയാഴ്ച നടത്തിവരുന്ന അംഗങ്ങളുടെ അവതരണ പരിപാടിയിലാണല്ലോ നാം ഏവരും ഉള്ളത്. രാജ്യം 80ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു നിൽക്കുന്ന ഈ വേളയിൽ നമ്മുടെ അംഗങ്ങൾക്ക് അവതരണത്തിനായി കൊടുത്തിരിക്കുന്നതും സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ച് തന്നെയാണ്. സ്വാതന്ത്ര്യ സമയത്തിൽ മുസ്ലിം സാന്നിധ്യത്തിനെയും മുസ്ലിം വനിതാ സാന്നിധ്യത്തെക്കുറിച്ചും ബ്രിട്ടീഷ് കാലത്തിന് മുമ്പുള്ള പോരാട്ട സമരങ്ങളെ കുറിച്ചും ഒക്കെയാണ്
നമ്മുടെ അംഗങ്ങൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്. അതുപോലെ ഗാനാലാപനവും ഉണ്ടായിരിക്കുന്നതാണ്. മാഷാ അല്ലാഹ്, ആദ്യമായി തന്നെ അവതരണത്തിന് വേണ്ടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മുസ്ലിം സാന്നിധ്യം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായി അയൽക്കൂട്ടം 53 തസ്നി PP ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എനിക്കിന്ന് ഇവിടെ അവതരിപ്പിക്കാൻ കിട്ടിയ വിഷയം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മുസ്ലിം സാന്നിധ്യത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം പരിശോധിക്കുമ്പോൾ രാജ്യത്തിന്റെ മോചനത്തിനായി ജീവൻ വെടിഞ്ഞ ധീര ദേശാഭിമാനികളുടെ നിരയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് മുസ്ലിം സമൂഹത്തിന്റെ പങ്കാളിത്തം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഇന്ത്യയിൽ ഏറ്റവും ആദ്യം ശബ്ദമുയർത്തിയവരിൽ മൈസൂർ കടവുകളായ ഹൈദരലിയും ടിപ്പു സുൽത്താൻ മുതൽ മൗലാന ആസാദും വക്കം അബ്ദുൽ ഖാദർ വരെയുള്ള നീണ്ട നിര തന്നെയുണ്ട്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ സായുധ പോരാട്ടം നടത്തിയ ആദ്യ ഭരണാധികാരികളിൽ പ്രമുഖനായിരുന്നു ടിപ്പു സുൽത്താൻ. ഒരു ദിവസത്തെ സിംഹജീവിതം ആടുകളുടെ 100 വർഷത്തെ ജീവിതത്തെക്കാൾ മികച്ചതാണെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം ബ്രിട്ടീഷുകാരുമായി ധീരമായി പൊരുതി 4-ാം മൈസൂർ യുദ്ധത്തിൽ രക്തസാക്ഷിത്വം വരിച്ചു. ചരിത്രത്തിലെ മറ്റൊരു വലിയ ഏടാണ് 1857 1-ാം സ്വാതന്ത്ര്യ സമരം. അതിൽ ഡൽഹി കേന്ദ്രീകരിച്ച് പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ബഹദൂർ ഷാ സഫറും ഒപ്പം പോരാളികളെ നയിച്ച ബീഗം അസ്രത്ത് മഹലും വഹിച്ച പങ്ക് വളരെ വലുതാണ്. മലബാറിലെ മണ്ണിലേക്ക് വരുമ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ആഞ്ഞടിച്ച വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും 19-ാം നൂറ്റാണ്ടിൽ തന്നെ ബ്രിട്ടീഷ് ചൂഷണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ ആലി മുസല്യാരും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മായ്ച്ചു കളയാനാവാത്ത പേരുകളാണ്. സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടങ്ങളിൽ സജീവമായിരുന്ന മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി തുടങ്ങിയവരുടെ സംഭാവനകളും നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. ആൻഡമാൻ സെല്ലുലാർ ജയിലിൽ കൊടും പീഡനങ്ങൾ അനുഭവിച്ച കാലാപാനി ശിക്ഷയ്ക്കിരയായവരിൽ 100 കണക്കിന് മുസ്ലിം പോരാളികൾ ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി തങ്ങളുടെ ചോരയും നീരും നൽകിയ ഇവരുടെ ചരിത്രം വെറുമൊരു വിഭാഗത്തിന്റെ മാത്രം ചരിത്രമല്ല, മറിച്ച് ഭാരതത്തിന്റെ അഖണ്ഡതയുടെയും ധീരതയുടെയും ചരിത്രമാണ്. ഈ ഓർമ്മകൾ നമുക്ക് ഐക്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും വലിയൊരു സന്ദേശമാണ് തരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മാഷാ അല്ലാഹ്, തസ്നി PP വളരെയധികം നന്ദി. നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. അടുത്തതായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മുസ്ലിം വനിതാ സാന്നിധ്യത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി അയൽക്കൂട്ടം 25 യാസ്മിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എനിക്ക് ഇവിടെ സംസാരിക്കാൻ കിട്ടിയ വിഷയം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മുസ്ലിം വനിതാ സാന്നിധ്യം എന്ന വിഷയമാണ്. ഇന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ മഹത്തായ ഓർമ്മ പുതുക്കുന്ന വേളയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കുവഹിച്ച മുസ്ലിം വനിതകളെ കുറിച്ച് ഏതാനും വാക്കുകൾ സംസാരിക്കുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പുരുഷന്മാരുടെ മാത്രം പോരാട്ടമായിരുന്നില്ല. മതവും ജാതിയും ഭാഷയും പ്രദേശവും മറന്ന് അനേകം സ്ത്രീകൾ ഈ സമരത്തിൽ ധീരമായി പങ്കെടുത്തു. അവരിൽ മുസ്ലിം വനിതകളുടെ സംഭാവനയും വളരെ വിലപ്പെട്ടതാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ ശ്രദ്ധേയമായ മുസ്ലിം വനിതകളിൽ ഒരാളാണ് ബീഗം ഹസ്രത്ത് മഹൽ. 1857 1-ാം സ്വാതന്ത്ര്യ സമരത്തിൽ അവർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായി പോരാടി. ലക്നൌവിൽ ബ്രിട്ടീഷുകാർക്കെതിരായ പ്രതിരോധത്തിന് അവർ നേതൃത്വം നൽകി. ധൈര്യവും നേതൃത്വ പാഠവും കൊണ്ട് അവർ ചരിത്രത്തിൽ സ്വന്തം സ്ഥാനം നേടി. ബി അമ്മ എന്നറിയപ്പെടുന്ന അബാദി ബാനോ ബീഗം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മറ്റൊരു പ്രധാന വനിതയായിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിലും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലും അവർ സജീവമായി പങ്കെടുത്തു. സ്വന്തം മക്കളെ പോലും രാജ്യസേവനത്തിനായി പ്രോത്സാഹിപ്പിച്ച ധീരയായ മാതാവായിരുന്നു അവർ. അസീസ് ബീഗം പോലുള്ള നിരവധി മുസ്ലിം സ്ത്രീകളും ദേശീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. വീടിന്റെ ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങാതെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ അവർ സ്ത്രീകളെ പ്രചോദിപ്പിച്ചു. ഇവരുടെ പോരാട്ടം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള രാഷ്ട്രീയ പോരാട്ടം മാത്രമായിരുന്നില്ല, സ്ത്രീകൾക്കും സമൂഹ നിർമ്മാണത്തിൽ തുല്യമായ പങ്കുണ്ട് എന്ന സന്ദേശം കൂടിയായിരുന്നു അത്. സ്വാതന്ത്ര്യ സമരകാലത്ത് പല സ്ത്രീകളും പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. സമര പ്രവർത്തകർക്ക് പിന്തുണ നൽകി. ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ബോധവൽക്കരിച്ചു. ചിലർ ജയിൽവാസവും മറ്റു പല ബുദ്ധിമുട്ടുകളും നേരിട്ടു. എന്നാൽ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോയില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഒരു വ്യക്തിയുടെയോ ഒരു സമൂഹത്തിന്റെയോ മാത്രം നേട്ടമല്ല,
ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരും മറ്റു നിരവധി സമൂഹങ്ങളിലെ ജനങ്ങളും ഒരുമിച്ച് നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. മുസ്ലിം വനിതകളുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ധൈര്യത്തിനും ദേശസ്നേഹത്തിനും മതമോ ലിംഗമോ തടസ്സമല്ല. രാജ്യത്തിന്റെ നന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു രാഷ്ട്രം ശക്തമാകുന്നത്. ഇന്ന് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. മതസൗഹാർദ്ദവും പരസ്പര ബഹുമാനവും ഐക്യവും കാത്തു സൂക്ഷിച്ച് നമ്മുടെ രാജ്യത്തെ കൂടുതൽ നല്ലൊരു ഇന്ത്യയാക്കി മാറ്റാൻ നമുക്ക് ശ്രമിക്കാം. സ്വാതന്ത്ര്യത്തിനായി പോരാടിയ എല്ലാ ധീര വനിതകൾക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാഹ് നല്ല അവതരണം തന്നെയാണ് യാസ്മിൻ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്തതായി ഒരു ഗാനം കേൾക്കാം. അടുത്തതായി ഒരു ഗാനാലാപനത്തിനായി അയൽക്കൂട്ടം 42 സഹല സുഹാനിയെ ക്ഷണിച്ചോളുന്നു. അസ്സലാമു അലൈക്കും. നാടിന്നുണരുന്നു ജയഗീതം പടരുന്നു, സ്വാതന്ത്ര്യ പുലരി പുതുജീവൻ പകരുന്നു, ഇടനെഞ്ചിൽ വേരോടും കനലാടും ഓർമ്മകളെ ചുടുമേനീർ പൂക്കൾ കൊണ്ടിന്നേ കാമഭിവാദ്യങ്ങൾ. നമ്മളൊന്നെന്ന വാക്കാണി ഭാരതത്തിന് പ്രിയമേറെ, കാത്തു രക്ഷിച്ചു മുന്നേറാം ഒന്നാണേ എല്ലാരും. നമ്മളൊന്നെന്ന വാക്കാണേ ഭാരതത്തിന് പ്രിയമേറെ, കാത്തു രക്ഷിച്ചു മുന്നേറാം ഒന്നാണെല്ലാരും. നാടിന്നുണരുന്നു ജയഗീതം പടരുന്നു, സ്വാതന്ത്ര്യ പുലരി പുതുജീവൻ പകരുന്നു. നോവ് ചിങ്ങുമീ പോർച്ചരിതം ത്യാഗനിർഭരം വീർച്ചരിതം, പോർനിരങ്ങളിൽ പോരടിച്ചവർ തന്നു പോയതീ സ്വാതന്ത്ര്യം. നോവ് ചിങ്ങുമീ പോർച്ചരിതം ത്യാഗനിർഭരം വീർച്ചരിതം, പോർനിലങ്ങളിൽ പോരടിച്ചവർ തന്നു പോയതീ സ്വാതന്ത്ര്യം. സ്നേഹമുകുളങ്ങൾ പൂത്തു വിടരുന്നൊരരുമനാടിത് കാത്തിടാം, വിഭജനത്തിന്റെ സ്വരമുയർത്തുന്ന കളകളെ മുളയിൽ നുള്ളിടാം. നെഞ്ചേൽക്കാം മമ ഭാരതം. നാടിന്നുണരുന്നു ജയഗീതം പടരുന്നു, സ്വാതന്ത്ര്യ പുലരി പുതുജീവൻ പകരുന്നു, ഇടനെഞ്ചിൽ വേരോടും കനലാടും ഓർമ്മകളെ ചുടുമേനീർ പൂക്കൾ കൊണ്ടിന്നേ കാമഭിവാദ്യങ്ങൾ. നമ്മളൊന്നെന്ന വാക്കാണേ ഭാരതത്തിന് പ്രിയമേറെ, കാത്തു രക്ഷിച്ചു മുന്നേറാം ഒന്നാണേ എല്ലാരും. നമ്മളൊന്നെന്ന വാക്കാണേ ഭാരതത്തിന് പ്രിയമേറെ, കാത്തു രക്ഷിച്ചു മുന്നേറാം ഒന്നാണേ എല്ലാരും. നല്ലൊരു ഗാനാലാപനം തന്നെയാണ് സഹല സുഹാന നടത്തിയിരിക്കുന്നത്. അടുത്തതായി ബ്രിട്ടീഷ് കാലത്തിന് മുമ്പുള്ള പോരാട്ട സമരം എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കാനായി അയൽക്കൂട്ടം 42 നൈന കേസിയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. പ്രിയപ്പെട്ട സംഗമം കൾച്ചറൽ അംഗങ്ങൾക്ക് സ്വാഗതം. 80ാം വാർഷികം ആഘോഷിക്കുന്ന വേളയണത്ത് കിട്ടിയ വിഷയം ബ്രിട്ടീഷ് കാലത്ത് മുമ്പുള്ള പോരാട്ടം സമരം എന്നതിനെ കുറിച്ചുള്ളതാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത് 1857 മാത്രമല്ല. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ മണ്ണിലെ മനുഷ്യർ വിദേശ അധിനിവേശത്തിനെതിരെ ചെറുത്തു നിന്നിരുന്നു. സ്വാതന്ത്ര്യം എന്ന ആശയം ഒരു ദിവസം കൊണ്ട് ജനിച്ചതല്ല, തലമുറകളുടെ പോരാട്ടത്തിലൂടെയും ത്യാഗങ്ങളിലൂടെയും വളർന്നു വന്നതാണ്. 1498 വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് എത്തിയത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. വ്യാപാരത്തിന്റെ പേരിലെത്തിയ യൂറോപ്യൻ ശക്തികൾ പിന്നീട് രാഷ്ട്രീയവും സൈനികവുമായ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു. എന്നാൽ കേരളം അതിന് മുൻപിൽ തലകുനിച്ചില്ല. പോർച്ചുഗീസുകാർക്കെതിരെ മലബാറിൽ നടന്ന പോരാട്ടങ്ങളുടെ മുൻനിരയിൽ നിന്നവരാണ് കുഞ്ഞാലി മരക്കാർ.
സാമൂതിരിമാരുടെയും നാവികരുടെയും നേതൃത്വത്തിൽ അവർ കടലിൽ പോർച്ചുഗീസ് ശക്തിയെ വെല്ലുവിളിച്ച് നാടിന്റെ സ്വാതന്ത്ര്യവും സമുദ്ര വ്യാപാരത്തിന്റെ അവകാശവും സംരക്ഷിക്കാൻ അവർ നടത്തിയ പോരാട്ടം കേരളത്തിന്റെ ചരിത്രത്തിലെ അഭിമാനകരമായ അധ്യായമാണ്. പിന്നീട് ബ്രിട്ടീഷുകാർ ആധിപത്യം കേരളത്തിൽ ശക്തിപ്പെടുത്തുമ്പോഴും പ്രതിരോധത്തിന്റെ പാരമ്പര്യം അവസാനിച്ചിട്ടില്ല. ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായ കേരളത്തിലെ ആദ്യകാല പ്രധാന ജനകീയ പ്രതിരോധങ്ങളിൽ ഒന്നായി മാറി. തുടർന്ന് മലബാറിൽ കേരളവർമ്മ പഴശ്ശിരാജയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരെ ശക്തമായ പോരാട്ടം നടന്നു. കാടുകളെയും മലനിരകളെയും യുദ്ധഭൂമികളാക്കി കുറുമരും ഉൾപ്പെടെയുള്ള നാട്ടുകാരുടെ പിന്തുണ പഴശ്ശിരാജ ബ്രിട്ടീഷ് സൈന്യത്തെ വെല്ലുവിളിച്ചു. ഇതേ കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യൻ വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും ഉൾപ്പെടെയുള്ളവർ ബ്രിട്ടീഷ് ഇടപെടലിനെതിരെ ശക്തമായി രംഗത്തു വന്നു. 1809 കുണ്ടറ വിളംബരം വിദേശാധിപത്യത്തിനെതിരെ ജനങ്ങളെ ഉണർത്തിയ ചരിത്രപ്രധാനമായ ആഹ്വാനമായിരുന്നു. ഇവയെല്ലാം ഒരേ കാലത്തോ ഒരേ രീതിയിലോ നടന്ന സമരങ്ങളായിരുന്നില്ല. എന്നാൽ അവയ്ക്കെല്ലാം പിന്നിൽ ഉണ്ടായിരുന്ന വികാരം ഒന്നായിരുന്നു. ഈ മണ്ണിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ വരുന്ന വിദേശ ശക്തികൾക്ക് മുന്നിൽ ഞങ്ങൾ തലകുനിക്കില്ല ആയതുകൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ 1857 മുതൽ മാത്രം വായിക്കരുതെന്ന് പറയുന്നത്. 1857 മുമ്പ് നടന്ന അനേകം ചെറുത്തുനിൽപ്പുകളാണ് പിന്നീട് വളർന്നു വന്ന വിദേശ സ്വാതന്ത്ര്യ ബോധത്തിന് അടിത്തറ പാകിയത്. ചരിത്രത്തിലെ വലിയ പേരുകൾ മാത്രമല്ല പേര് പോലും രേഖപ്പെടുത്താതെ പോയ ആയിരക്കണക്കിന് സാധാരണ മനുഷ്യരും ഈ പോരാട്ടത്തിന്റെ ഭാഗമായിരുന്നു. ഇവരുടെ ത്യാഗങ്ങളാണ് നമ്മെ ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ ശ്വാസം അനുഭവിക്കാൻ പ്രാപ്തരാക്കിയത്. അതിനാൽ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ച ഒരു സമ്മാനമല്ല, അനേകം തലമുറകൾക്കായി പോരാടി നേടിയ അവകാശമാണ്. ആ പോരാളിയെ ഓർക്കുക എന്നത് വെറും ചരിത്ര സ്മരണ മാത്രമല്ല, അനീതിക്കെതിരെ ശബ്ദമുയർത്താനും നമ്മുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സംരക്ഷിക്കുവാനും നാം തയ്യാറാകണമെന്ന പ്രതിജ്ഞ കൂടിയാണ്. ഇതോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. നല്ലൊരു അവതരണം നടത്തിയതിന്. താങ്ക് യു. അടുത്തതായി മറ്റൊരു കാലാപനത്തിനായി അയൽക്കൂട്ടം 172 ഷംനയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഷംന നേരത്തെ കയറി കണ്ടിനു, ഇപ്പോൾ റേഞ്ച് ഔട്ട് ആയത് എന്താണെന്ന് അറിയില്ല. ഷംന വിളിച്ചിട്ട് വരാത്തതിനാൽ തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ അവതരണങ്ങളൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തതായി നമ്മുടെ ഇവിടെ നടത്തിയ അവതരണങ്ങളെ കുറിച്ച് അവലോകനം ചെയ്തുകൊണ്ട് സംസാരിക്കാൻ ബയാനുൽ ഇസ്ലാമിക് മദ്രസ അധ്യാപിക ഖദീജ പിപിയെ ക്ഷണിച്ചോളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചിട്ടൊക്കെയാണ്. ഇങ്ങനെയൊരു ഇത് വെക്കുമ്പോൾ എല്ലാ ആളുകളും മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ അതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട് എന്താ വേണ്ട, ഇങ്ങനെയൊരു പരിപാടി എന്തിനു വെക്കുന്നു എന്നൊക്കെ വെറുതെ എങ്കിലും നമ്മുടെ മനസ്സിൽ ചിന്തിച്ചു പോയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ ഈ അടുക്കളയിലെ പണികൾക്കിടയിൽ അല്ലെങ്കിൽ മറ്റു പല തിരക്കുകൾക്കിടയിലൊക്കെ പണ്ടങ്ങാണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടുന്നത് എന്തിനാണ് എന്നൊക്കെ വെറുതെ എങ്കിലും നമുക്ക് തോന്നിപ്പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കാം. ആദ്യത്തെ ആൾ പറഞ്ഞത്
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ പങ്ക്. അതിൽ മലയാളികളായിട്ടുള്ള ആൾക്കാരുണ്ട്, ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളും ഉണ്ട്. അപ്പോൾ മുസ്ലിങ്ങളുടെ പങ്കിനെ കുറിച്ചിട്ട് നമുക്ക് പലർക്കും അറിയാത്ത കുറേ ചരിത്രങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു പോയിട്ടും മനസ്സിൽ നിൽക്കാത്ത, അല്ലെങ്കിൽ മനസ്സിൽ അതിനെക്കുറിച്ച് വലിയ ചിന്തയൊന്നും ഇല്ലാത്ത കുറേ ആളുകളെ കുറിച്ചിട്ടൊക്കെ ഇതിൽ പറഞ്ഞു. സോഷ്യൽ സ്റ്റഡീസിൽ ഇതൊക്കെ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ടാവും. ബഹദൂർ ഷാ സഫർ രണ്ടാമനും ബീഗം ഹസ്രത്ത് മഹലും അതേപോലെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് അല്ലാമ ഇക്ബാലൊക്കെ നമ്മൾ സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ചു പോയിട്ടുണ്ട്. പഠിച്ചു പോയതിനപ്പുറം നമുക്ക് അതിനെക്കുറിച്ച് വലിയ ഇതൊന്നുമില്ല. പക്ഷേ നമ്മൾ പഠിച്ചു പോയ പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ പുതിയ തലമുറ പഠിക്കുന്നില്ല. അതായത് നമ്മുടെ പാഠപുസ്തകങ്ങളും നമ്മുടെ മറ്റ് സംവിധാനങ്ങളും ഒക്കെ തിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തലമുറകളെ മാറ്റാൻ, അല്ലെങ്കിൽ അവർക്ക് ഇത്തരം വിവരങ്ങളൊക്കെ കൊടുക്കാതിരിക്കാൻ പരമാവധി കിണഞ്ഞ് പരിശ്രമിക്കുന്ന ഒരു ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മളെക്കുറിച്ച് പറയാൻ നമ്മളും ഇവിടെ, അതായത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ജനവിഭാഗം ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉറക്കെ വിളിച്ച് പറയാൻ നമ്മൾ തന്നെ അത് പഠിക്കുകയും എന്നിട്ട് നമ്മൾ തന്നെ എഴുന്നേറ്റ് പറയുകയും ചെയ്യേണ്ടതായ ഒരവസ്ഥയുണ്ട്. എവിടെയൊക്കെ അതൊക്കെ മറക്കപ്പെടുന്നു അവിടെയൊക്കെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടാൻ പറ്റുന്ന എല്ലാ സന്ദർഭങ്ങളും നമ്മൾ ഓർമ്മിക്കുക എന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കുന്നതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ അവതരിപ്പിച്ച സ്ത്രീകളെ കുറിച്ചുള്ള പങ്കായിക്കോട്ടെ, മുസ്ലിം മറ്റും പുരുഷന്മാരും ഒക്കെ ഉള്ള പങ്ക്, അതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിച്ചവരും സ്വാതന്ത്ര്യ ഇതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിച്ചവരൊക്കെ ആയിക്കോട്ടെ, കുറച്ചെങ്കിലും പുതിയ പുതിയ വിവരങ്ങളെ അവർ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മക്കൾ, നമ്മുടെ പേരക്കുട്ടികൾ അവരൊക്കെ ഇപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഓർമ്മിപ്പിക്കപ്പെടാൻ നമ്മളാണല്ലോ ആദ്യം പഠിക്കുന്ന ആൾക്കാർ. ഈ സ്വാതന്ത്ര്യ സമരം ഇപ്പോൾ സ്വാതന്ത്ര്യ ദിനം 80ാം സ്വാതന്ത്ര്യ ദിനം ആണ് നമ്മളിപ്പോൾ ആഘോഷിച്ചത്. ശരിക്കും നമ്മൾ സ്വാതന്ത്ര്യത്തിൽ തന്നെയാണ് ഉള്ളത് എന്ന് ചിന്തിച്ചു പോകേണ്ടതായ ഒരു അവസ്ഥയിൽ നമ്മളുള്ളത്. നമ്മുടെ കൊടി ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ ഉയർത്തണം, ഇങ്ങനെ ഉയർത്താൻ പാടില്ല. കൊടിയുടെ കാര്യം പിന്നെയും പോട്ടെ, ഇന്നതേ പാടാൻ പാടുള്ളൂ, ഇന്നത് പാടിയേ പറ്റൂ, ഇന്നത് ഇങ്ങനെയാണ്, ഇത്ര ഇതിൽ പാടാൻ പാടില്ല, ഇന്നത് പാടിയിട്ടില്ലെങ്കിൽ പിന്നെ രാജ്യസ്നേഹമാവുകയില്ല. അങ്ങനെയൊക്കെ കുറെ, ചുരുക്കി പറഞ്ഞാൽ ഇത്ര ഗതികെട്ട് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഒരു ജനത വേറെ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് സംശയമാണ്. അപ്പോ ഇങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലുകൾ, സ്വാതന്ത്ര്യത്തിനെ കുറിച്ച്, നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ തലമുറകളിലേക്ക് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന എല്ലാ അവസരങ്ങളെയും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു പരിപാടിയുടെ ലക്ഷ്യം. അൽഹംദുലില്ലാഹ് ഇവിടെ വായിച്ച ആളുകളൊക്കെ, ഇവിടെ അവതരിപ്പിച്ച ആളുകളൊക്കെ വളരെ നന്നായിട്ട് തന്നെ ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ 1ാം സ്വാതന്ത്ര്യ സമരമാണെങ്കിലും 2ാം സ്വാതന്ത്ര്യ സമരമാണെങ്കിലും അതിൽ ഒക്കെയും വ്യക്തമായ ഒരു പങ്ക് മുസ്ലിങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മുസ്ലിങ്ങളുടെ കൂടെ ചോര വീണ് അവരുടെ കൂടെ കഷ്ടപ്പാടുകളുടെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടാകണം. അത് ഈ പഠിച്ച ആളുകൾ അത് പഠിച്ചിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇത് വായിക്കും, ഇത് എവിടെ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയാലും, ChatGPT ആയിക്കോട്ടെ, ജെമിനി ആയിക്കോട്ടെ, ഇനി അതല്ല പുസ്തകം വായിച്ചിട്ടായിക്കോട്ടെ, കണ്ടെത്തിയത് എവിടെ നിന്നാണെങ്കിലും അതൊക്കെയും വളരെ എന്താ പറയാ, അറിവ് നൽകുന്ന, നമ്മളെ ഒന്നും കൂടി ഊർജ്ജസ്വലതയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളായിട്ട് മാറിയിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. ഇവിടെ ഒരാള് ആരാണെന്ന് ഞാൻ പേര് എനിക്ക് ഓർമ്മയില്ല, വായിച്ച കൂട്ടത്തിൽ സംസാരിച്ച കൂട്ടത്തില് പിന്നെ ബിയുമ്മനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അതായത് ആബാദി ബീഗം എന്ന സ്ത്രീയെ കുറിച്ചിട്ട്, തൻ്റെ 2 മക്കളെ ഇതിനു വേണ്ടിയിട്ട് ഉരുത്തിരി അങ്ങനെ അതിനു വേണ്ടിയിട്ടായിട്ട് ഒഴിവാക്കി നിർത്തിയ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ച മക്കള്, അലി സഹോദരന്മാരുടെ ഉമ്മ. അപ്പോൾ അങ്ങനെ ഉള്ള സ്ത്രീകളൊക്കെ നമുക്ക് ശരിക്കും ഇൻസ്പിറേഷനാണ്. ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ നേർക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ, എങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ വരുന്ന ഒരു പിടുത്തവുമില്ല. നമുക്കറിയാം, ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതിന് കുറച്ച് നാൾ മുന്നെയാണ് ഡൽഹിയിൽ വലിയൊരു പ്രക്ഷോഭമൊക്കെ നടന്നത്. അപ്പോൾ ഇത്തരം
കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടി ഇൻസ്പയർ ആവാൻ, ഇവിടെ ജീവിച്ചു പോകുമ്പോൾ നമ്മളും ധീരരായ വനിതകളായി മാറേണ്ട ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ഈ ചരിത്രത്തിന്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഒരു സത്തയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിനെ മുന്നേറാൻ, ഏത് സാഹചര്യങ്ങളിൽ മുന്നേറാൻ കൂടിയാണ് നമ്മൾ ഈ ചരിത്രങ്ങളൊക്കെ ഇവിടെ പഠിക്കുകയും വായിക്കുകയും ചെയ്തത്. ഈ എല്ലാ പഠനങ്ങളും എല്ലാ അറിവുകളും നല്ല അറിവുകളും ദീനിന്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ ഇതൊരു മഹത്തായ കർമ്മമായി അള്ളാഹു താല ഏറ്റെടുക്കുമാറാകട്ടെ. അതേപോലെ ഇതിൽ സംബന്ധിച്ച എല്ലാ ആളുകൾക്കും കിട്ടിയ അറിവ് മറ്റുള്ള ആളുകളിലേക്ക് കൂടി പറഞ്ഞു കൊടുക്കാനും, ചരിത്രം മക്കളെ പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ വാക്കുകളിലൂടെ അവരിലേക്ക് എത്താനും അള്ളാഹു താല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു താല ഈ മഹത്തായ കർമ്മത്തെ ഏറ്റവും നല്ല ഇബാദത്തായി സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്ദി ഖദീജ. നമ്മുടെ പരിപാടിയിൽ വന്ന് നമ്മുടെ അംഗങ്ങളുടെ അവതരണത്തെ അവലോകനം ചെയ്ത് സംസാരിച്ചതിന്. നമ്മുടെ അവതരണങ്ങളൊക്കെയും ഇവിടെ അവസാനിച്ചിരിക്കുന്ന ഈ വേളയിൽ അടുത്തതായി നമ്മുടെ പരിപാടിയുടെ നന്ദി അർപ്പിച്ച് സംസാരിക്കലാണ്. അതിനായി കൾച്ചറൽ ഫോറം കോർ ടീം അംഗം ഖദീജ ഫാറൂഖിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഖദീജ ഫാറൂഖ് ഈ മീറ്റിംഗിൽ നിന്ന് ലെഫ്റ്റ് ആയതായിട്ടാണ് കാണുന്നത്. അതിനാൽ തന്നെ ഞാൻ നന്ദി അർപ്പിച്ചുകൊണ്ട് വേണ്ടി നന്ദി അർപ്പിക്കാം. നമ്മുടെ ഈ പരിപാടിയിൽ അവലോകനം നടത്തിയ ഖദീജ പിക്ക് ഞാൻ എൻ്റെ പേരിലും കൾച്ചറൽ ഫോറത്തിന്റെ പേരിലും നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഈ പരിപാടിയിൽ അവതരണം നടത്തി സംസാരിച്ച എല്ലാ അംഗങ്ങൾക്കും ഞാൻ എൻ്റെ പേരിലും കൾച്ചറൽ ഫോറത്തിന്റെ പേരിലും പ്രത്യേക നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഈ പരിപാടി കേൾക്കാൻ ക്ഷമയോടെ നിന്ന അയൽക്കൂട്ടം അംഗങ്ങളെയും നന്മ വെൽഫെയർ സൊസൈറ്റി ഭാരവാഹികളെയും ഞാൻ എൻ്റെ പേരിലും കൾച്ചറൽ ഫോറത്തിന്റെ പേരിലും നന്ദി അർപ്പിക്കുന്നു. ഇതോടെ ഈ പരിപാടി ഇവിടെ സമാപിച്ചതായി അറിയിക്കുന്നു.